യുക്രൈന് മേലുള്ള റഷ്യയുടെ യുദ്ധം കനക്കുന്നു. യുക്രൈൻ സൈന്യം റഷ്യയുടെ കർസക് മേഖലയിലെ 1250 ചതുരശ്ര കിലോമീറ്ററിലധികം മേഖലകളും 92 സെറ്റിൽമെന്റുകളും നിയന്ത്രണത്തിലാക്കിയെന്ന് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി അറിയിച്ചതിന് പിന്നാലെയാണ് യുദ്ധം കനക്കുന്നത്. റഷ്യയുടെ ഉൾപ്രദേശങ്ങളിൽ പാശ്ചാത്യ ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്താൻ യുക്രൈന്റെ സഖ്യകക്ഷികൾക്ക് അനുമതി നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ അനുമതി ലഭിക്കാത്തതാണ് കിഴക്കൻ മേഖലയിൽ റഷ്യൻ സൈന്യത്തെ തടയാൻ യുക്രൈന് കഴിയാത്തതിന് പ്രധാന കാരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അടുത്ത കാലത്തായി റഷ്യയുടെ നേർക്ക് വ്യോമമാർഗമുള്ള ആക്രമണം യുക്രൈൻ ശക്തമാക്കിയിട്ടുണ്ട്. റഷ്യയുടെ യുദ്ധനീക്കത്തിന് കരുത്താകുന്ന സംവിധാനങ്ങളെ തകർക്കുകയാണ് ആക്രമണം കൊണ്ട് ലക്ഷ്യം വെക്കുന്നതെന്നാണ് യുക്രൈന്റെ വിശദീകരണം. യുക്രൈനിൽ തുടർച്ചയായി ആക്രമണം നടത്തുന്ന റഷ്യൻ നിലപാടിനുള്ള പ്രതികരണമാണ് ആക്രമണങ്ങളെന്നും യുക്രൈൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം റഷ്യ കണ്ട ഏറ്റവും വലിയ വിദേശ അധിനിവേശമായി യുക്രൈന്റെ കുർസക് മുന്നേറ്റം മാറിയിരുന്നു. റഷ്യൻ അതിർത്തിക്കുള്ളിലെ കുർസക് മേഖലയിൽ ഈ മാസം 6-ന് ആരംഭിച്ച കര അധിനിവേശം കൂടുതൽ മേഖലയ്ക്ക് വ്യാപിച്ചിരുന്നു. യുക്രൈൻ സൈന്യം കുർസക്കിന് പിന്നാലെ റഷ്യയുടെ അതിർത്തിക്കുള്ളിലേക്ക് കൂടുതൽ മുന്നോട്ട് പോവാൻ തന്നെയായിരുന്നു തീരുമാനമെന്നും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ചൂണ്ടിക്കാട്ടി. ഏകദേശം 12 ലക്ഷത്തോളം ആളുകൾ താമസിക്കുന്ന ഇടമാണ് യുക്രൈൻ അതിർത്തിയോട് ചേർന്ന പടിഞ്ഞാറൻ റഷ്യയിലെ കുർസക് പ്രവിശ്യ. ഇതോടെ മാസങ്ങളോളമായി ഉറങ്ങിക്കിടന്ന റഷ്യൻ യുക്രൈൻ സംഘർഷം ഒരിക്കൽ കൂടി ചൂടുപിടിപ്പിക്കുകയും ചെയ്തു. കുർസക് മേഖലയിലേക്കുള്ള യുക്രൈന്റെ നുഴഞ്ഞുകയറ്റത്തിന് ശക്തമായ മറുപടിയുമായി റഷ്യ രംഗത്തെത്തി. റഷ്യൻ Su-34 യുദ്ധവിമാനം ഉക്രൈനിയൻ കമാൻഡ് പോസ്റ്റും സുമിയിലെ ആയുധ ഡിപ്പോയും നശിപ്പിച്ചു. ആക്രമണം കാണിക്കുന്ന ദൃശ്യങ്ങൾ റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ടു. ആക്രമണത്തിൽ യുക്രൈനിയൻ സേനയ്ക്ക് കാര്യമായ പ്രഹരമാണ് സംഭവിച്ചത്. കുർസക് മേഖലയിൽ 4000 യുക്രൈനിയൻ സൈനികർ കൊല്ലപ്പെട്ടതായി റഷ്യ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് ഈ ആക്രമണം നടക്കുന്നത്.